എല്ലാവർക്കും നമസ്കാരം. വിജയത്തിനായി ഒരു ഫോർമുലയോ? അതെ, അങ്ങനെയൊന്നുണ്ട്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ലോക പ്രശസ്തമായ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതൊരു വെറും പുസ്തകമല്ല, ശരിക്കും പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഫോർമുലയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചിന്തകളെ പണമാക്കി മാറ്റാൻ പറ്റിയാലോ? ഇത് കേൾക്കുമ്പോൾ എന്തോ മാജിക് പോലെ തോന്നാം, അല്ലേ? പക്ഷേ അല്ല, ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില വിജയികൾ ഉപയോഗിച്ച തെളിയിക്കപ്പെട്ട ഒരു തന്ത്രമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് മാജിക് അല്ലെന്ന്. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അക്കാലത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ആൻഡ്രൂ കാർണഗി, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത്. ഏകദേശം 25 വർഷം നീണ്ടുനിന്ന ഒരു റിസർച്ചിന്റെ ഫലമായാണ് ഈ ഫോർമുല ഉണ്ടാക്കിയെടുത്തത്. കാരണം കാർണഗി വിശ്വസിച്ചിരുന്നത് വിജയം വെറും ഭാഗ്യമല്ല, അതൊരു സയൻസ് ആണെന്നായിരുന്നു. 500-ൽ കൂടുതൽ, അതെ 500-ൽ അധികം പേർ നെപ്പോളിയൻ ഹിൽ അക്കാലത്തെ ഏറ്റവും വിജയിച്ച അത്രയും പേരുമായി സംസാരിച്ചു. നമ്മൾ കേട്ടിട്ടുള്ള തോമസ് എഡിസൺ, ഹെൻറി ഫോർഡ്, റോക്ക്ഫെല്ലർ, ഇവരെയൊക്കെ പോലുള്ളവരുടെ ചിന്താരീതികൾ, അവരുടെ ശീലങ്ങൾ എല്ലാം ആഴത്തിൽ പഠിച്ചു. അതിൽ നിന്നാണ് ഈ വിജയരഹസ്യം അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാല്ലേ. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ രഹസ്യ ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ. വെറുതെ കേട്ടിരിക്കാനുള്ള തിയറിയല്ല, നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. എല്ലാ വലിയ നേട്ടങ്ങളുടെയും തുടക്കം എവിടെയാണെന്നറിയാമോ? പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ആഗ്രഹവും വിശ്വാസവും. നമുക്കാദ്യം ആഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, നെപ്പോളിയൻ ഹിൽ പറയുന്നത് എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം ആഗ്രഹമാണ് എന്നാണ്. പക്ഷേ ഇത് വെറുതെ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു സാധാരണ ആഗ്രഹമല്ല. അതിനപ്പുറം നിങ്ങളുടെ കഴിവിനെയും ഭാഗ്യത്തെയുമൊക്കെ മറികടക്കാൻ ശക്തിയുള്ള, ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വെറും മോഹവും തീവ്രമായ ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം? ഒരു മോഹമെന്ന് പറയുന്നത് എനിക്കൊരു കാർ വേണം എന്ന് പറയുന്നത് പോലെയാണ്. അതിന് വ്യക്തതയില്ല, ശക്തിയുമില്ല. എന്നാൽ തീവ്രമായ ആഗ്രഹം അങ്ങനെയല്ല. അത് വളരെ കൃത്യമായിരിക്കും. അത് നിങ്ങളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ഒന്നായി മാറും. ഒരു കൊടുങ്കാറ്റ് പോലെ ശക്തമായിരിക്കും അത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എഡ്വിൻ സി ബാൺസിന്റെ കഥ. അദ്ദേഹത്തിന്റെ ഒരേയൊരു ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? തോമസ് എഡിസന്റെ കൂടെ ബിസിനസ് ചെയ്യണം. കയ്യിൽ ₹1 പോലുമില്ലാതെ ഒരു ചരക്ക് വണ്ടിയിൽ കയറിയാണ് പുള്ളി എഡിസന്റെ അടുത്തെത്തിയത്. വർഷങ്ങളോളം അവിടെ ഒരു സാധാരണ ജോലി ചെയ്തു. പക്ഷേ ആ ലക്ഷ്യം മനസ്സിൽ നിന്ന് മാഞ്ഞതേയില്ല. ഒടുവിൽ എഡോഫോൺ എന്നൊരവസരം വന്നപ്പോൾ ബാൺസ് അത് ചാടിക്കയറി പിടിച്ചു. ആ ഒരൊറ്റ ആഗ്രഹത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം എഡിസന്റെ ബിസിനസ് പാർട്ട്ണറായി മാറി. അപ്പോൾ ഓക്കെ, നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇതിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കും? അതിന് ഹിലാറ് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തത്, നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക. 2, അതിന് പകരമായി നിങ്ങളുടെ കഴിവും സമയമൊക്കെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുക. 3, ഒരു ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുക, എപ്പോഴേക്കും ഇത് നേടണമെന്ന്. 4, ഇത് നേടാനായിട്ട് ഒരു പക്ക പ്ലാൻ ഉണ്ടാക്കണം. 5, ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി വയ്ക്കുക. ഇനി ഏറ്റവും പ്രധാനം, 6ാമത്തെ സ്റ്റെപ്പ്. ആ എഴുതി വെച്ചത് ദിവസവും 2 നേരം, രാവിലെയും രാത്രിയും ഉറക്കെ വായിക്കുക. ഇതെന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ ലക്ഷ്യത്തിലേക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ്. ശരി, ആഗ്രഹം മാത്രം മതിയോ? പോരാ. അതിൻ്റെ കൂടെ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് വിശ്വാസം. അതായത് എനിക്കിത് നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം കൂടിച്ചേരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം ശരിക്കും ഒരു തടയാൻ പറ്റാത്ത ശക്തിയായി മാറുന്നത്. വിശ്വാസമെന്ന് പറയുന്നത് എന്തോ മിസ്റ്റിക്കൽ സംഭവമൊന്നുമല്ല. അതൊരു മാനസിക അവസ്ഥയാണ്. അത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ? ഓട്ടോ സജഷൻ വഴി. നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട്. ഹിൽ പറയുന്നൊരു കിടിലൻ വാക്കുണ്ട്: വിശ്വാസം നമ്മുടെ മനസ്സിന്റെ ഹെഡ് കെമിസ്റ്റാണെന്ന്. അതായത് നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആൾ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഡിസൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യുകയാണോ, അതോ വെറുതെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണോ? ഒന്ന് ഓർക്കണം, നിങ്ങളുടെ ഉള്ളിലെ ഈ സംസാരമുണ്ടല്ലോ, അത് നിങ്ങളുടെ ഭാവിയെ ഉണ്ടാക്കുകയാണ്. നല്ല രീതിയിലായാലും ശരി, മോശം രീതിയിലായാലും ശരി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, വിശ്വാസമുണ്ട്. ഇനി എന്തു വേണം? ഇനി ഇതിനെ ആക്ഷനിലേക്ക് മാറ്റണം. അതാണ് അടുത്ത ഘട്ടം. പ്ലാൻ ചെയ്യുക, തീരുമാനമെടുക്കുക. പരാജയം എല്ലാവർക്കും പേടിയുള്ള വാക്കാണല്ലേ? പക്ഷേ ഹിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു താൽക്കാലിക പരാജയമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: നിങ്ങളുടെ പ്ലാനിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ നിങ്ങളുടെ ലക്ഷ്യം തെറ്റാണെന്നല്ല. അപ്പോൾ ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, പ്ലാൻ മാറ്റിപ്പിടിക്കുകയാണ് വേണ്ടത്. വിജയികളും അല്ലാത്തവരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം തീരുമാനമെടുക്കുന്നതിലാണ്. വിജയികളായ ആളുകളുണ്ടല്ലോ, അവർ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. സാവധാനമേ അത് മാറ്റുകയുള്ളൂ. നേരെ മറിച്ച് മറ്റുള്ളവർ
തീരുമാനമെടുക്കാൻ ഒരുപാട് സമയമെടുക്കും, എന്നിട്ടോ എടുത്ത തീരുമാനം പെട്ടെന്ന് മാറ്റുകയും ചെയ്യും. ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. നമ്മുടെ സ്വപ്നങ്ങളെ നിശ്ശബ്ദമായി കൊല്ലുന്ന ഒന്നാണ് തീരുമാനമെടുക്കാതിരിക്കുന്നത്. നാളെ ചെയ്യാം, ഒന്നുകൂടി ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ സ്പീഡ് ബ്രേക്കർ. നല്ലൊരു പ്ലാനുണ്ട്, തീരുമാനമെടുത്തു. ഇനി വണ്ടി മുന്നോട്ട് പോകണ്ടേ? വണ്ടിയുടെ എഞ്ചിനാണ് അടുത്ത 2 കാര്യങ്ങൾ. എന്തൊക്കെയാണെന്നല്ലേ? സ്ഥിരോത്സാഹവും സഹകരണവും. അപ്പോ എങ്ങനെയാണ് ഈ സ്ഥിരോത്സാഹം, അതായത് തളരാതെ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക? അതിന് 4 കാര്യങ്ങൾ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 1, വ്യക്തമായൊരു ലക്ഷ്യം, അതിന് തീ കൊടുക്കുന്ന ആ കത്തുന്ന ആഗ്രഹം. പിന്നെ എന്നെക്കൊണ്ട് പറ്റുമെന്ന ആത്മവിശ്വാസം, കൂടെ നല്ലൊരു പ്ലാനും. ഈ 4ഉം ഒരുമിക്കുമ്പോഴാണ് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആകുന്നത്. വിജയമൊരിക്കലും ഒരു വൺ മാൻ ഷോ അല്ല. അത് വളരെ പ്രധാനമാണ്. അതിന് ഒരു മാസ്റ്റർ മൈൻഡ് വേണം. ചരിത്രത്തിലെ ഏതു വലിയ നേട്ടമെടുത്തു നോക്കിയാലും കാണാം, അത് സഹകരണത്തിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ എന്താണ് ഈ മാസ്റ്റർ മൈൻഡ്? സിമ്പിളായി പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ ആളുകൾ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ ഒരു പ്രത്യേക എനർജി ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും അറിവും കഴിവും ചേരുമ്പോൾ 1 1 2 അല്ല, ഒരുപക്ഷെ 11 ആയിരിക്കും. ഹിൽ ഇതിനൊരു 3ആം മനസ്സെന്നാണ് വിളിക്കുന്നത്, ഒരു കളക്റ്റീവ് ബ്രെയിൻ പവർ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫൈനൽ ആക്ഷൻ പ്ലാനാക്കി മാറ്റാം. എങ്ങനെ ചിന്തയിൽ നിന്ന് സമ്പത്തിലേക്ക് വളരാമെന്നതിൻ്റെ ഒരു സംഗ്രഹം. ശരി, ഇതാ നിങ്ങൾക്കുള്ള ഫൈനൽ ബ്ലൂ പ്രിന്റ്. 5 സ്റ്റെപ്പുകൾ. 1, നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ഒരു സംശയവുമില്ലാതെ എഴുതിവെക്കുക. 2, ആ ലക്ഷ്യത്തിലേക്കെത്താൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. 3, എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ പോസിറ്റീവായി സംസാരിച്ചും വിഷ്വലൈസ് ചെയ്തും ആ വിശ്വാസം വളർത്തുക. 4, തോൽവി വരുമ്പോൾ തളരാതെ ഇതൊരു ഫീഡ്ബാക്ക് മാത്രമാണ് എന്ന് കരുതി മുന്നോട്ടു പോകുക. 5, ഇത് വളരെ പ്രധാനമാണ്, വിജയികളായ പോസിറ്റീവായ ആളുകളുമായി കൂട്ടുകൂടുക. നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കുക. ഒന്ന് നിർത്തി ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള സ്ഥലം എവിടെയാണെന്നറിയാമോ? അത് ശ്മശാനമാണ്. കാരണം നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന എത്രയോ സ്വപ്നങ്ങളും ഐഡിയകളുമൊക്കെയായിട്ടാണ് പലരും മരിച്ചു പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആ ഗതി വരരുത്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള സമയം ഇപ്പോഴാണ്. അപ്പോൾ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെയൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. ഓർക്കുക, ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ ചിന്തകളെ പ്രവർത്തനമാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. ഇതുപോലെ വലിയ വലിയ ആശയങ്ങളെ സിമ്പിളായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം.